ലോക്സഭ ഇലക്ഷൻ തുടങ്ങിയിട്ടുള്ളൂ, റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരാൾ ജയിച്ച എന്തായിരിക്കും അവസ്ഥ? ഗുജറാത്തിൽ അത് സംഭവിച്ചു അല്ലെ? ന്യൂസിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ഒരാള് എതിരാളികളൊന്നുമില്ലാതെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വാർത്ത നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എതിരാളികൾ ഇല്ലാതെ ജയിക്കല്ലോ, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമ്മള്? ഒരു എതിരാളി ഇല്ലാതെ ഒരാൾ ജയിക്കുന്നതിന് അത് നിങ്ങൾക്ക് ഈ ന്യൂസ് ഹെഡിൽ കാണാൻ കഴിയും കേട്ടോ. അതിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻവെർട്ടഡ് കോമയിലിട്ട ഒരു വേർഡ് കാണാം, അൺഒപ്പോസ്ഡ്. അൺഒപ്പോസ്ഡ് മീൻസ് എതിരാളികളൊന്നുമില്ലാതെ എന്നാണ് അർത്ഥം. അപ്പൊ ഒരു എതിരാളി ഇല്ലാതെ ജയിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്നത് അൺഒപ്പോസ്ഡ് എന്നാണ്. നോക്കിക്കോളൂ, ആ ന്യൂസ് ഹെഡ് നോക്കിക്കോളൂ കേട്ടോ. BJP വിൻസ് സൂറത്ത് ലോക്സഭ സീറ്റ് അൺഒപ്പോസ്ഡ്. എതിരാളികളില്ലാതെ BJP സൂറത്തിലെ ലോക്സഭ സീറ്റ് വിജയിച്ചു എന്നാണ്. ആഫ്റ്റർ കോൺഗ്രസ് കാൻഡിഡേറ്റ് ഡിസ്ക്വാളിഫൈഡ്. കാരണം അതായിരുന്നു കേട്ടോ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ എന്തോ പ്രശ്നം കാരണമായിരിക്കും അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ നേടാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഡയറക്റ്റ് പാസ് കിട്ടിയത്. അപ്പോൾ അൺഅപ്പോസ് എന്നുള്ള വാക്ക് മറക്കണ്ട. എതിരാളികളൊന്നും ഇല്ലാതെ നേരിട്ട് വിജയിക്കുന്നതിനാണ് അൺഅപ്പോസ്ഡ് വിൻ എന്ന് പറയാം.